കുട്ടികൾക്കിടയിലെ വാട്സാപ്പ് ഉപയോഗത്തിൽ കേന്ദ്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. സംശയമില്ലാതില്ല. ടെക് ടിപ്സ്റ്ററായ അഭിഷേക് യാദവ് ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചതോടെ ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ എന്തായാലും വലിയ ചർച്ചയായിരിക്കുകയാണ്. തീരുമാനത്തിന് കൈയടിക്കുന്നവരാണ് കൂടുതലും. കാരണം പല വിദേശ രാജ്യങ്ങളിലും കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണമുണ്ട്. ഇന്ത്യയും ഇനിയിപ്പോൾ ആ പാതയിലാണോ എന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉയരുകയാണ്. കുട്ടികളുടെ വികാസത്തിൽ സോഷ്യൽ മീഡിയ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഡിജിറ്റൽ യുഗത്തിൽ വളരുന്ന ഇന്നത്തെ കുട്ടികൾക്ക് അറിവ് നേടാനും സർഗാത്മകത പ്രകടിപ്പിക്കാനും സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ അമിതവും അനിയന്ത്രിതവുമായ ഉപയോഗം ഗുരുതരമായ ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ചില ഉപയോക്താക്കളോട് ജനന തീയതി നൽകാൻ വാട്സാപ്പ് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ചെറിയ പ്രായത്തിലുള്ള ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കായി കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും മാറിയേക്കുമോ എന്ന ചോദ്യങ്ങൾ ഈ പുതിയ റിപ്പോർട്ടുകളോടെ സ്വാഭാവികമായും ഉയർന്നിട്ടുണ്ട്. പ്രായം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ നിബന്ധനകളൊന്നും വാട്സാപ്പോ കേന്ദ്ര സർക്കാരോ ഇതുവരെ എന്തായാലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് വ്യക്തതയില്ല എങ്കിലും വാട്സാപ്പ് പ്രായം സംബന്ധിച്ച വിവരങ്ങൾ ചോദിക്കുന്നത് തികച്ചും പുതിയൊരു കാര്യമല്ല. രജിസ്റ്റർ ചെയ്യുമ്പോഴോ ചില പ്രത്യേക ഫീച്ചറുകൾ ഉപയോഗിക്കുമ്പോഴോ ഉപയോക്താക്കളോട് അവരുടെ പ്രായം നൽകാനോ സ്ഥിരീകരിക്കാനോ ആവശ്യപ്പെട്ടേക്കാമെന്ന് കമ്പനി അതിൻ്റെ ഔദ്യോഗിക സപ്പോർട്ട് പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അനുവാദം നൽകുന്ന പുതിയൊരു പാരന്റ് മാനേജ്ഡ് അക്കൗണ്ട് മാതൃക വാട്സാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിയമപരമായ ബാധ്യതകൾ പാലിക്കാൻ പ്രായം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത് സഹായിക്കുമെന്നാണ് വാട്സാപ്പ് പറയുന്നത്. വാട്സാപ്പിലെ ചില മെറ്റ AI ഫീച്ചറുകൾ, സ്റ്റാറ്റസിലും ചാനലുകളിലും കാണിക്കുന്ന പരസ്യങ്ങൾ എന്നിവ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ ലഭ്യമാക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കുമെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തങ്ങളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും കസ്റ്റമർ സപ്പോർട്ട് നൽകാനും നിയമപരമായ ആവശ്യങ്ങളോട് പ്രതികരിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഉപയോക്താക്കളുടെ പ്രൈവസി സെറ്റിംഗ്സ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും ഈ വിവരങ്ങൾ ഉപയോഗിക്കാം. കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ഇല്ലെങ്കിലും രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കങ്ങൾ കാണാനിടയാകുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ദോഷകരമായി ബാധിക്കും. കൂടാതെ അപരിചിതർ കുട്ടികളെ കെണിയിൽപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. കുട്ടിയുടെ ഫോൺ നമ്പർ കൈവശമുള്ള ആർക്കും അവരെ അപരിചിതർ അടങ്ങുന്ന വലിയ ഗ്രൂപ്പുകളിലേക്ക് ചേർക്കാനും കഴിയും. വൺ ടൈം വാച്ച് ഫീച്ചറുകൾ ഉള്ളതിനാൽ അത്തരം ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ മുതിർന്നവരുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല. സ്വകാര്യതാ ക്രമീകരണങ്ങളിലൂടെയും ഡിജിറ്റൽ അതിരുകളെക്കുറിച്ച് കുട്ടികളുമായി തുറന്ന് സംസാരിക്കുന്നതിലൂടെയും മാതാപിതാക്കൾക്ക് സുരക്ഷ മെച്ചപ്പെടുത്താൻ കഴിയും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കുട്ടികൾക്ക് പല രാജ്യങ്ങളും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയ നിയമം പാസാക്കിയിട്ടുണ്ട്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഫ്രാൻസും നിരോധിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളിൽ പൂർണ്ണ നിരോധനം അംഗീകരിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തെ വിലക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അതിനെ എങ്ങനെ സുരക്ഷിതമായും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായും വേണ്ടത്. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പാണ് വാട്സാപ്പ് എങ്കിലും പല രാജ്യങ്ങളിലും ഇതിന് വിലക്കുണ്ട്. സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. നിയമപരമായ ലംഘനങ്ങൾ ആരോപിച്ച് വാട്സാപ്പിനെ വിലക്കിയ ഒടുവിലത്തെ രാജ്യമാണ് റഷ്യ. വാട്സാപ്പിന് സുരക്ഷിതമല്ലാത്ത ഒന്നായാണ് ചൈന കാണുന്നത്. അതിനാൽ നേരത്തെ തന്നെ വിലക്കും ഏർപ്പെടുത്തി. ആശയവിനിമയത്തിന് ചൈനീസ് ഉപയോക്താക്കൾ വീചാറ്റ് പോലുള്ള ആഭ്യന്തര ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുന്നത്. ശക്തമായ നിയന്ത്രണമുള്ള മറ്റൊരു രാജ്യമാണ് ഉത്തര കൊറിയ. 2016 മുതൽ രാജ്യത്തെ ആളുകൾക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇറാൻ പലതവണ വാട്സാപ്പ് നിരോധനങ്ങൾ പിൻവലിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2017 മുതൽ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള മിക്ക വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങൾക്ക് UAEയും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇത്തരത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? കാത്തിരുന്ന് കാണാം.